ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. ഏത് വർഷം മുതലാണ് ബഷീർ സാഹിത്യ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത്? ഉത്തരം 2008. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ബഷീർ എഴുതിയ ഒരേയൊരു നാടകം ഏതാണ്? ഉത്തരം കഥാബീജം. ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. മതിലുകൾ എന്ന നോവലിലെ സ്ത്രീ കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഉത്തരം നാരായണി. ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കൃതി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഉത്തരം പെണ്ണുങ്ങളുടെ ബുദ്ധി. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏതാണ്? ഉത്തരം യാ ഇലാഹി. തേന്മാവ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം പെരുമ്പടവ് ശ്രീധരൻ. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 5. ബാല്യകാല സഖിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം മജീദും സുഹറയും. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. ഭാർഗവി നിലയം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? ഉത്തരം ആന്റണി വിൻസെന്റ്. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേരെന്താണ്? ഉത്തരം കടുവാക്കുഴി. 2024 80 വർഷം പൂർത്തിയാക്കിയ ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്? ഉത്തരം 1908 ജനുവരി 21. ബഷീർ ദി മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം എം.എ. റഹ്മാൻ. വൈക്കം മുഹമ്മദ് ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1981. ബഷീറിന്റെ ജന്മസ്ഥലത്തിന്റെ പേരെന്താണ്? ഉത്തരം തലയോലപ്പറമ്പ്.